കുഞ്ഞുമോളുടെ ആ കളിച്ചിരികളും പൊട്ടിച്ചിരികളും ഒരു നോക്ക് കണ്ടവരാരും മനസ്സിൽ നിന്ന് മായ്ക്കാത്തൊരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. അത് സഫ മുബാറക്കിന്റെയാണ്. ഈ 7 വയസ്സുകാരി പെൺകുട്ടിയുടെ മുഖം കണ്ടവർ ആർക്കും തന്നെ ഈ വാർത്ത കണ്ടില്ല എന്ന് നടിക്കാനോ അത് ഒരു നോക്ക് കാണാതിരിക്കാനോ സാധിക്കില്ല. കൊതിതീരം മുൻപേ വിട പറഞ്ഞു പോയ ആ മാലാഖ കുട്ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തിയത് നൂറുകണക്കിന് പ്രവാസികളാണ്. ഷാർജയിലെ ഫോറൻസിക് ലബോറട്ടറി പരിസരം പ്രവാസ ലോകത്തെ വിങ്ങിപ്പൊട്ടലുകളും കണ്ണീരിലും സാക്ഷിയായത് ആദ്യമായിട്ടുള്ളൊരു കാഴ്ച പോലെ തോന്നി. അതൊരു കുഞ്ഞുകുട്ടിയായതുകൊണ്ട് തന്നെ ഇത്രയും പേർ അവിടെ എത്തുകയും ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുകയും ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. ആരും അത് വിചാരിച്ചിരുന്നു പോലുമില്ല എന്ന് പറയുന്നതാണ് സത്യം. ഈ മാസം 24-ന് ഷാർജ അൽ നബയിൽ 3-ാം നിലയിൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് വീണ് കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി മുബാറക് അലിയുടെയും മുർഷിദയുടെയും ഏക മകൾ സഫ മുബാറക് മരിച്ച ദാരുണ സംഭവം പ്രവാസ ലോകത്തിന് ഉണങ്ങാത്ത മുറിവായി മാറിയിരിക്കുന്നു. സഫയ്ക്ക് 7 വയസ്സാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2-ന് ഷാർജ മുഗൈദർ ദദൈ അൽ റിഫ റോഡിലെ ഫോറൻസിക് ലബോറട്ടറിയിൽ നടന്ന ചടങ്ങിൽ കുഞ്ഞുമോളുടെ മുഖം കാണാൻ ബന്ധുക്കളും കുടുംബ സുഹൃത്തുക്കളും പ്രവാസികളുമടക്കം വൻ ജനാവലിയാണ് എത്തിയത്. അവസാന യാത്രയിൽ എല്ലാവരും വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച കണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോലും സങ്കടം വന്നുപോകും. അത്രയേറെ സങ്കടത്തിലാണ് അവിടെയുള്ള പ്രദേശവാസികളെല്ലാം തന്നെ എത്തിയത്. അവിടെയുള്ള മലയാളി കൂട്ടായ്മ എല്ലാം തന്നെ ഒരുമിച്ചെത്തി ഇപ്പോൾ മകൾക്ക് യാത്ര നൽകി. എല്ലാവരും വളരെയധികം സങ്കടത്തിൽ കാണപ്പെട്ടു. ആർക്കും ഒരു വാക്ക് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. എല്ലാവരും വളരെയധികം വേദനയോടെയാണ് ഈ ഒരു വാർത്ത കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രാർത്ഥനകളോടെ ഹൃദയം നുറുങ്ങുന്ന സങ്കടത്തോടെയും പ്രവാസി സമൂഹം കൊച്ചു സഫയ്ക്ക് യാത്രയയപ്പ് നൽകിയത് കണ്ടു. ദുബായിൽ നിന്ന് ഇന്ന് രാത്രി 11:45-ന് മാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെ ജന്മനാട്ടിലെ വീടിനടുത്തുള്ള പള്ളി ഖബർസ്ഥാനിൽ മൃതദേഹം അടക്കം ചെയ്യും. നാട്ടിലെ കല്യാണ തിരക്കുകളിൽ കളിച്ചിരികളും ഓടിയടിച്ച് നടന്ന കുറുമ്പ് കാട്ടിയ സന്തോഷങ്ങളും കഴിഞ്ഞ് വേനലവധിക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ കൂട്ടുകാരെ കാണാനുള്ള ആകാംക്ഷയോടെ കാത്തിരുന്ന 7 വയസ്സുകാരുടെ വിയോഗം ആ കുടുംബത്തിന്റെ പ്രകാശമാണ് എന്നേക്കുമായി നശിപ്പിച്ചത്. രാവിലെ 9-ന് പിതാവ് മുബാറക് പാർക്കിങ്ങിൽ നിന്ന് കിടന്ന കാർ മാറ്റിയിടാനായി താഴേക്കിറങ്ങി. 5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ വിധി ആ കൊച്ചു ജീവൻ കവർന്നെടുക്കാൻ. മാതാവ് മുർഷിദ ഈ സമയം ജോലി സ്ഥലത്തായിരുന്നു. ഉറക്കമുണർന്ന് സഫ അച്ഛനെ തിരക്കി സ്ലൈഡിംഗ് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കാൻ ശ്രമിച്ചപ്പോൾ ബാലൻസ് തെറ്റി താഴേക്ക് പതിക്കുകയായിരുന്നുവെന്ന് കരുതുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിനെ ഉടൻ അൽ ഖാസിമി ആശുപത്രിയിലേക്ക് രാവിലെ 11-ഓടെ ആ ജീവൻ പൊലിഞ്ഞു. അജ്മാനിലെ സ്വകാര്യ സ്കൂളിൽ 2-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായി സഫയുടെ വേർപാടിൽ ദുബായ് ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായ മുബാറക്കും റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മുർഷിദയും താങ്ങാനാകാത്ത ആഘാതത്തിൽ തന്നെയാണ്. 8 വർഷമായി ഷാർജയിൽ താമസിക്കുന്ന ഈ ദമ്പതികളുടെ ഏക മകളും പ്രതീക്ഷയും തണലും സ്നേഹവും ഒക്കെയായിരുന്നു ഈ കുഞ്ഞു സഫ. ആ മകളുടെ മരണമാണ് ഇപ്പോൾ അവരെ താങ്ങാനാവാത്ത വേദനയിലൂടെ കടത്തിവിടുന്നതെന്ന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല.